ഹലോ. SSC RRB തുടങ്ങി പല മത്സര പരീക്ഷകൾക്കും നമ്പർ സിസ്റ്റം എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ചോദ്യമാണിത്. ഇത് ആദ്യം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള പാടാണെന്നൊക്കെ തോന്നും. ചിലപ്പം വലിയ സംഖ്യകളാണ്, ഇത് നമ്മൾ മൾട്ടിപ്ലൈ നമുക്ക് എഴുതി കൂട്ടേണ്ടിയൊക്കെ വരും, എഴുതി ഗുണിക്കേണ്ടതൊക്കെ വരും. നമ്മളിത് മൾട്ടിപ്ലിക്കേഷനകത്ത് ചോദ്യമാണെന്ന് കരുതി ചെയ്യാതെ പോകാറുണ്ട്. പലരും ഇത് എഴുതി ഗുണിച്ച് സമയം കളയാറുണ്ട്. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ശരിക്കും വളരെ എളുപ്പമുള്ളൊരു ചോദ്യം തന്നെയാണ്. വെറും 5 സെക്കൻഡ് താഴെ സമയം മാത്രം ആവശ്യമുള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഇത് ഈ രണ്ട് സംഖ്യകളുടെ തമ്മിൽ ഡിഫറൻസ് എടുത്താൽ മാത്രം മതി. ഈ രണ്ട് സംഖ്യകളുടെ തമ്മിൽ, അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ സംഖ്യകളുടെ തമ്മിൽ ഡിഫറൻസ് എടുത്തിട്ട് അതിൽ ഏറ്റവും കുറവ് ഡിഫറൻസ് വരുന്ന സംഖ്യകളായിരിക്കും ഗുണിച്ചാൽ ഏറ്റവും വലിയ പ്രോഡക്റ്റ് കിട്ടുന്നത്. ബിഗ്ഗസ്റ്റ് എമംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നോക്കാം. ഇവിടുത്തെ ഡിഫറൻസ്, എയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 അല്ലേ. 20-ൻ്റെയും 30-ൻ്റെയും ഇടയ്ക്കുള്ള ഡിഫറൻസ് 10. ബിയുടെയോ 2. ഇവിടുത്തെയോ 18 32 തമ്മിലുള്ള ഡിഫറൻസ് 14. പിന്നെ ഡി 25 തമ്മിലുള്ള ഡിഫറൻസ് 0. ഇവിടെ ഏറ്റവും കുറവ് ഡിഫറൻസ് ഉള്ളത് ഡിക്കാണ്, 25 എന്നുള്ളതിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ 25 × 25 ആയിരിക്കും ഏറ്റവും വലിയ പ്രോഡക്റ്റ്. ഈ തന്നിരിക്കുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 25 × 25 ആയിരിക്കും. ഇതെങ്ങനെയാണ്, ഇത് ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നുമായിരിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ. ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ എല്ലാം, അതായത് 20-ൻ്റെയും 30-ൻ്റെയും, അല്ലെങ്കിൽ 24-ൻ്റെയും 26-ൻ്റെയും, 18-ൻ്റെയും 32-ൻ്റെയും, 25-ൻ്റെയും 22-ൻ്റെയും ഇവ തമ്മിലൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ ചോദ്യം ചെയ്യാൻ പറ്റുന്നത്. ഇതെങ്ങനെ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് ഒരു പ്രത്യേക കൺസെപ്റ്റാണിത്, നിങ്ങളത് മനസ്സിലാകണം. അധികം ആർക്കും അറിയാത്തൊരു കൺസെപ്റ്റാണ്, പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ചോദ്യങ്ങളെന്ന് വെച്ചാൽ എഴുതി ഗുണിച്ച് ചെയ്യാനുള്ളതല്ല, ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെ ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്ക് 8 എന്ന് പറഞ്ഞ സംഖ്യ എടുക്കാം. ഇനി ഈ 8 കിട്ടണമെങ്കിൽ നമുക്ക് 7 + 1 ചെയ്യാം, അല്ലെങ്കിൽ 6 + 2 ചെയ്യാം, അല്ലെങ്കിൽ 5 + 3 ചെയ്യാം, അല്ലെങ്കിൽ 4 + 4 ചെയ്യാം, അല്ലെങ്കിൽ 3 + 5 ചെയ്യാം. അങ്ങനെ തിരിഞ്ഞു വരും. ഓക്കെ, ഇനി ഇത് തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം. 7 × 1 7, ഇതാണ്. 6 × 2 12, ഇത് 15, ഇത് 16, ഇത് പിന്നെ താഴോട്ട് പോകും. 3 15, അങ്ങനെ പോകും താഴോട്ട്. ഓക്കെ, ഇനി ഇത് ഇൻറ്റു ചെയ്തതാണ്. ഇനി ഇവിടെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കാം. 7-ൻ്റെ 1-ൻ്റെ ഡിഫറൻസ് 6, ഇവിടെ വന്ന് കഴിയുമ്പോഴോ 4, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 2, ഇത് 0, ഇത് 2, പിന്നെ അങ്ങനെ പോകും. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഏറ്റവും കൂടിയ ഡിഫറൻസ് എന്ന് പറയുന്നത് 7-നും 1-നും ഇടയ്ക്കാണ്. അതിനാണ് ഏറ്റവും ചെറിയ പ്രോഡക്റ്റ് വന്നത് അല്ലേ. നോക്കി, 7-ൻ്റെ 1-ൻ്റെ ഡിഫറൻസാണ് ഏറ്റവും കൂടുതൽ, പക്ഷേ 7 × 1 7 വന്നു. അതാണ് ഏറ്റവും കുറവ്. ഈ തന്നിരിക്കുന്നതിൽ വെച്ച് പ്രോഡക്റ്റുകളിൽ ഏറ്റവും കുറവ് അതിനാണ്. പിന്നെ ഇതൊന്ന് നോക്കി, 4 × 4 16, പക്ഷേ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0. ഏറ്റവും ഈ തന്നിരിക്കുന്ന ഡിഫറൻസിൽ വെച്ച് ഏറ്റവും ചെറിയ ഡിഫറൻസാണ് 0. അതുകൊണ്ട് തന്നെ 4 × 4 ഏറ്റവും വലിയ പ്രോഡക്റ്റായി. ഈ തന്നിരിക്കുന്നത് വെച്ച് ഏറ്റവും വലിയ പ്രോഡക്റ്റ് അതാണ്. ഇവിടെ 8-ന് പകരം ഇവിടെ 50 ആണെന്നേ ഉള്ളൂ. ഈ 50 വരണമെന്നില്ല, ഏത് സംഖ്യയാണെങ്കിലും മതി. പക്ഷേ ഈ പ്രോഡക്റ്റുകളുടെയൊക്കെ, അതായത് ഈ സംഖ്യകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് തമ്മിൽ കൂട്ടിയ ഒറ്റ സംഖ്യ തന്നെ കിട്ടണം. 7 + 1 8 കിട്ടുന്നത്, 6 + 2 8 കിട്ടുന്നത്. ഇവിടെ അതേപോലെ തന്നെ 20 + 30 50 കിട്ടുന്നത്, 24 + 26 എന്ന് പറയുന്നത് 50, 25 + 25 എന്ന് പറയുന്നത് 50, 18 + 32 എന്ന് പറയുന്നത് 50. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല മത്സര പരീക്ഷകൾക്കും, SSC RRB PSC തുടങ്ങിയ പല മത്സര പരീക്ഷകൾക്കും ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് എഴുതി ഗുണിച്ചുകൊണ്ടിരുന്ന സമയം പോകും. നമുക്ക് ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.